രാഹുൽ ഗാന്ധിയുടെ കുടുംബം എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഉണ്ടായതാണ്, തെറ്റായിട്ട് എടുക്കേണ്ട ഞാൻ പറയണത്. അപ്പോൾ ശശി തരൂരിൻ്റെ നിലപാട് മൊത്തം ശുദ്ധതനമാണ്, അത് പറയാൻ പാടില്ല. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന നമ്മുടെ അമ്മയായ ഇന്ത്യയെ ഒരിക്കലും ഒറ്റുകൊടുക്കാൻ പാടില്ല. കോൺഗ്രസിൻ്റെ നയങ്ങളെ അത് തിരുത്തുന്നതിന് വേണ്ടി കൂടെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ ഈ. നമസ്കാരം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മുറുകുന്നതിനിടയിൽ ഇന്ത്യൻ സൈന്യത്തോടും രാജ്യത്തോടും ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതാവായ ശശി തരൂർ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഇങ്ങനെ സ്വീകരിച്ചിരിക്കുന്നതിനിടയിൽ കോൺഗ്രസ് അദ്ദേഹത്തിന് ശക്തമായിട്ടൊരു താക്കീത് ഇങ്ങനെ പറയരുതെന്ന് കരുതി നൽകിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ഈ നിലപാടിനോട് ജനങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇങ്ങനെ പലതവണ മോദി സർക്കാരിനെയും BJPയെ പുകഴ്ത്തിക്കൊണ്ട് ശശി തരൂർ രംഗത്തെത്തുന്നതിനാൽ അദ്ദേഹം BJPയിലേക്ക് പോകാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം. കോൺഗ്രസ് നാട്ടിന് എതിരായിട്ടുള്ള പാർട്ടിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. അതിനെ രാഹുൽ ഗാന്ധിയുടെ കുടുംബം എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഉണ്ടായതാണ്, തെറ്റായിട്ട് എടുക്കേണ്ട ഞാൻ പറയണത്. അതുകൊണ്ടാണ് അവർ അതിനോടൊപ്പം നിൽക്കുന്നത്, നാട്ടിനോടൊപ്പം നിൽക്കാതെ എതിരായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് സ്നേഹം ഇല്ല എന്ന് വെച്ചാലേ അമേരിക്കയിൽ പോകുമ്പോഴും ഇന്ത്യയുടെ ഭരണത്തിനെ കുറിച്ച് തെറ്റായിട്ടാണ് അവർ സംസാരിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുന്നതുകൊണ്ട് അവർ നാട്ടിന് ഒരു ഇതുമില്ല. അവർ ഭരണം എന്ന് വെച്ചാൽ ഒരു 60 കൊല്ലം കൊണ്ട് അവരാണ് ഇതാക്കിയിട്ടുള്ളത്. അത് വെറുതെയാണ്. നമ്മൾ ഇന്ത്യയെ മൊത്തം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവന്മാർ ഇതാക്കുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരിക്കലും നാട്ടിന് ഗുണകരമായിട്ടുള്ള പാർട്ടിയല്ല, അതിനെക്കൊണ്ട് അതിന് കഴിയില്ല. ഒരു അജ്ഞത കുറവായിരിക്കും, അത് വേറെ ഒന്നും പറയാനില്ല. കാരണം അവർക്ക് അതിനുള്ള ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ അവരങ്ങനെ പറയില്ല. അത് പറയുന്നവർക്ക് ഇത്തിരി ബോധം കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് അവർക്ക് വേറെ കുഴപ്പം, അവർ പറയുന്നത് ശരിയാണ്. അപ്പോൾ അതേപോലെ എല്ലാവരും ചിന്തിക്കാൻ പഠിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. കോൺഗ്രസ് മാത്രം അങ്ങനെ ചിന്തിക്കുന്ന പറയുമ്പോൾ അവർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലുള്ള താല്പര്യമോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ളതായ ഒരു അപമാനം കൊണ്ടായിരിക്കാം എന്നാണ് തോന്നുന്നത്. എന്തായാലും നമ്മുടെ ഏതൊരു പൗരൻ എന്ന നിലയിൽ ഈവൻ കോൺഗ്രസ് പാർട്ടി ആണെങ്കിൽ പോലും ആ ഒരു യുദ്ധത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സർക്കാരിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യം നല്ല രീതിയിൽ തന്നെ ഒറ്റക്കെട്ടായിട്ട് അതാത് കാലത്തെ ഭരണാധികാരികളെ അത് ആര് ഭരിച്ചാലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നും എല്ലാ കാലവും. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പം ആ പാർട്ടി എന്താണോ അവരുടെ നയപരിപാടികൾ എന്താണ് അതിനുള്ളിൽ നിന്ന് ആ ചട്ടക്കൂടിൽ നിന്ന് പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അതിപ്പോൾ BJPയുടെ ഒരു നേതാവാണെങ്കിൽ അവരുടെ ചട്ടക്കൂടിൽ നിന്ന് പറയാൻ അവർ ബാധ്യസ്ഥരാണ്. പക്ഷേ രാജ്യത്തിനെതിരായിട്ട് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ എങ്ങും വായിച്ചില്ല, സൈന്യത്തിനെതിരായിട്ട് പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചില്ല. സപ്പോർട്ട് ചെയ്തതിന് തെറ്റാണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ലല്ലോ. ഇന്ത്യൻ ഭരണാധികാരികൾ എടുത്തിരിക്കുന്ന തീരുമാനത്തോട് യോജിച്ച് വെക്കണം, അതല്ല ഇന്ത്യയിലെ ജനങ്ങൾ ചെയ്യേണ്ടത്. അതല്ലാതെ വിഘടിച്ച് നിൽക്കല്ലോ. ഇപ്പോഴത്തെ ഈ സാഹചര്യം എന്ന് പറയുന്നത് അത്യാവശ്യമാണ്, ഒന്നിച്ച് നിൽക്കേണ്ട ആവശ്യമാണ്. അത് രാഷ്ട്രീയമോ മതമൊന്നും അല്ല നോക്കേണ്ടത്. ഇപ്പോൾ ഇന്ത്യൻ ഭരണാധികാരി എടുത്തിരിക്കുന്ന തീരുമാനം എന്താണോ അതിനോട് ഒന്നിച്ച്. ഇത് കോൺഗ്രസിൻ്റെ അല്ലേ, വ്യക്തിയുടെ നിലപാടാണല്ലോ. ഇപ്പം കോൺഗ്രസിനെ പറയാൻ പറ്റില്ലല്ലോ. അല്ല, കോൺഗ്രസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിലുള്ള ആളാണ്, ഇത് വ്യക്തിപരമായ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്, അല്ല പാർട്ടി. പക്ഷേ ആ ഒരു അഭിപ്രായം വേണ്ടാന്ന് എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസ് പറയുന്നത്? ഓരോ പേഴ്സണിനും ഒരു രാജ്യസ്നേഹി എന്ന നിലയിൽ അവരുടേതായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനത്തെ അഭിപ്രായം വേണ്ട. എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസിന്റെ അങ്ങനെ ഒരു നിലപാട്? രാഷ്ട്രീയം നോക്കിയോ അവർ പറയുന്നു, കാരണം ഒന്ന് അവർ ഇത് അല്ലേ, അതുകൊണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ അവർ പറയുന്നു. വ്യക്തി എന്ന നിലയിൽ ശശി തരൂർ പറഞ്ഞു, അങ്ങയുടെ അഭിപ്രായം പറഞ്ഞു. പാർട്ടി അത് ശരിയല്ല എന്നാൽ അവർ അങ്ങനെയാണ്. കോൺഗ്രസ് ആദ്യം മുതലേ വന്നിട്ട് നമ്മുടെ ഇന്ത്യയിലെ എല്ലാം കോൺഗ്രസ് ആയിരുന്നു. അപ്പോൾ ശശി തരൂരിൻ്റെ നിലപാട് മൊത്തം ശുദ്ധതനമാണ്, അത് പറയാൻ പാടില്ല. അത് കോൺഗ്രസിനോട് യോജിക്കുന്നതല്ല. സൈന്യം രാഷ്ട്രീയവും രണ്ടാണ്. ഇപ്പം നമ്മൾ സൈന്യത്തിൻ്റെ നേട്ടങ്ങൾ തന്നെയാണിത്. ഇതൊരിക്കലും പൊളിറ്റിക്കൽ വിൻ അല്ല. രാഷ്ട്രീയം സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി ആ ഒരു ചുമതല കൊണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ റോൾ അവിടെ ഏകദേശം അവസാനിച്ചു. പക്ഷേ നമ്മുടെ സൈന്യം എപ്പോഴും രാഷ്ട്രീയത്തിന് കീഴിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്, അവരെ അനുസരിച്ച് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതുണ്ടാവും. അത് പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടി ഓപ്പോസിഷൻ യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞു, ഭരണപക്ഷം യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. ഓപ്പോസിഷൻ അപ്പോൾ അത് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ ഇത് പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടി ഭരണപക്ഷം എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷവും അതിനെ ചെയ്യും. അപ്പോൾ ഈ രണ്ടു കൂട്ടരും ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. അവരുടെ രാഷ്ട്രീയമുണ്ട്, പൊളിറ്റിക്സ് BJP എതിർക്കുന്ന പൊളിറ്റിക്സ് ഉണ്ട്. അതുകൊണ്ട് ഇത് 3 രാഷ്ട്രീയക്കാരും ഒന്ന് തന്നെയാണ്.
അവരുടെ മത്സരങ്ങൾക്കൊന്നും ഒരു മാറ്റമൊന്നുമില്ല. അത് സാധാരണക്കാരനെ പറ്റിക്കാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഈ രാഷ്ട്രീയം എന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നു. അത്രയേ ഉള്ളൂ. ശശി തരൂരിൻ്റെ പുള്ളിയുടെ നിലപാടാണ് പുള്ളി പറഞ്ഞത്. പാർട്ടിക്ക് വേറെ നിലപാടായിരിക്കും. പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് പുള്ളി അത് അഭിപ്രായം പറഞ്ഞത്. പാർട്ടിക്ക് അങ്ങനെ ആകണമെന്നില്ല. കോൺഗ്രസിന് തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം. ഇയാൾ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോവുകയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ എതിരായിട്ടൊരു അഭിപ്രായം പറയുന്നു. അപ്പോൾ അത് കോൺഗ്രസിന് യോജിക്കാൻ പറ്റുന്നില്ല. അത്രയേ ഉള്ളൂ. ഒരു കാരണവശാലും ഒരു പാർട്ടിക്ക് നേതൃസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു വലിയ സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ഒരു വ്യക്തി പാർട്ടിയുടെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായിട്ട് സ്വന്തമായിട്ട് തീരുമാനം എടുക്കുന്ന പറഞ്ഞാൽ അത് ശരിയായ നടപടിയല്ല എന്നുള്ളത് എൻ്റെ പക്ഷം. എൻ്റെ രാജ്യസ്നേഹി തന്നെയാണ്. രാജ്യസ്നേഹി കുഴപ്പമൊന്നുമില്ല. എന്തായാലും സംഘടന ഉണ്ടല്ലോ, ഒരു ശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു വക്താവല്ലേ, ഒരു വ്യക്തിയാണല്ലോ അദ്ദേഹം. അപ്പോൾ പാർട്ടിയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായിട്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് അതിന് ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. പക്ഷേ പലപ്പോഴും അത് നടക്കുന്ന നിലപാട് ശരിയാണ്, പക്ഷേ അതിന് പാർട്ടി അംഗീകരിക്കാത്ത ഒരു സ്ഥിതി വരുമ്പോഴത്തേക്ക് അത് നിലപാടുണ്ട്. അതെ, അല്ല, അത് മാറണം. ആ ഒരു സ്ഥിതിയിലേക്ക് മാറരുത്, മാറി വരേണ്ടത് ആവശ്യമാണ്. ഈ രാജ്യത്ത് താമസിക്കുന്ന, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന നമ്മുടെ അമ്മയായ ഇന്ത്യയെ ഒരിക്കലും ഒറ്റുകൊടുക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നമ്മുടെ നാടിന് ആപത്താണ്, നമ്മുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമൊക്കെ ആപത്താണ്. അത് കോൺഗ്രസ് എത്രയും പെട്ടെന്ന് തിരുത്തേണ്ടതാണ്. സാർ, ഇപ്പോൾ പലതവണ മോദിയെയും BJP-നെയും പുകഴ്ത്തിക്കൊണ്ട് ശശി തരൂർ രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പം മേ ബി അദ്ദേഹം BJP-യിലേക്ക് പോകാനുള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? തള്ളിക്കളയാൻ പറ്റില്ല, ചാൻസ് കാണും. പറഞ്ഞെങ്കിൽ നാട്ടിനെ നല്ലതായിട്ട് വിചാരിക്കുന്നവർ ഏത് പാർട്ടിയിലായാൽ എന്ത്, അത് BJP-യിലായാൽ ഒന്നും കൂടെ ശക്തമായിട്ട് നിൽക്കാം. അതാണ് കാര്യം. സാർ, ഇപ്പോൾ പലതവണ നമ്മുടെ മോദിനെയും BJP-നെയും പുകഴ്ത്തിക്കൊണ്ട് ശശി തരൂർ രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നേരിട്ട് BJP-യിലേക്ക് പോകാനുള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ചാൻസ് കുറവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കേരളത്തിൽ ഇപ്പോൾ ഇലക്ഷൻ ഉപയോഗിക്കണ BJP കാര്യമില്ല. ശരി. അത് ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞ് ഒരിക്കലും അങ്ങനെ പോകണമെന്ന് ഒരിക്കലും ഇല്ല. അത് അവരുടേതായ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതങ്ങനെ ഒരിക്കലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷയില്ല. എന്നാലും അത് ഓരോരോ കാര്യങ്ങളാണ്. അവരോരോ കാര്യങ്ങൾ നമുക്ക് ഒന്നും നേരത്തെ തൊട്ടൊന്നും പറയാൻ പറ്റില്ല. ഇത് അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഇത് ഒരിക്കലും അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമുക്ക് അറിവില്ല. പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ അതിനെ ഒരു സംസാരം ആക്കേണ്ട കാര്യമില്ല. അങ്ങനെ കോൺഗ്രസിൽ നിന്നുകൊണ്ട് BJP താങ്ങി സഹായിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ വരാൻ സാധ്യത കാണുന്നത് നമ്മളെ വിശ്വാസമാണ്. അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ ഒരു നിലവിട്ട് അദ്ദേഹത്തിന് പോകാൻ ഒരിക്കലും കഴിയില്ല. ഇവർ രാഷ്ട്രീയക്കാരായതുകൊണ്ട് അതിനെ ഒരുപക്ഷെ അംഗീകരിക്കാൻ പറ്റില്ല. അപ്പുറത്ത് പോയാലും തന്നെ അതിന് പ്രശ്നം. അദ്ദേഹം BJP പോയി കഴിഞ്ഞാൽ BJPക്ക് ഒരിക്കലും അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സ്വതന്ത്രമായ ചിന്തകളിൽ നല്ലൊരു പങ്കും BJPക്കെതിരാണ്. സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടായാലും അദ്ദേഹത്തിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള വേ ഓഫ് തിങ്കിങ്ങിൽ ഒരിക്കലും BJPക്ക് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഇക്കണോമിക് തോട്ടിൽ ഒരിക്കലും BJPയെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനുള്ള സാധ്യത പോയാലും അദ്ദേഹത്തിനോട് നിലനിൽക്കാനും പറ്റില്ല, ചവിട്ടിപ്പുറത്താക്കും. അത് തോന്നുന്നില്ല. അത് പല പ്രാവശ്യം പുള്ളി ഇങ്ങനെ ഇടയ്ക്ക് BJPക്ക് സപ്പോർട്ട് ചെയ്യും, ഇടയ്ക്ക് എതിര് പറയും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ നമുക്കത് വ്യക്തമായിട്ടൊന്നും അറിയാൻ പറ്റിയില്ല. ഓരോരുത്തർ തീരുമാനങ്ങൾ എന്താണെന്നുള്ളത് അപ്പോഴേ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇത് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ നിലപാടനുസരിച്ച് അതും ആകാനുള്ള സാധ്യത ഉണ്ട്. ഇതുവരെ അങ്ങനെ ഒരു വാർത്ത വന്നിട്ടില്ല BJPയിലേക്ക് പോകുമെന്നുള്ളത്. അല്ല, ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? പലതവണ, ഒരു തവണയും 2 തവണയല്ല, ഒരുപാട് പ്രാവശ്യം മോദിനെ പുകഴ്ത്തിയിട്ടുണ്ട്, BJPനെ പുകഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്ക് തോന്നുന്നുണ്ടോ ഇദ്ദേഹം ചിലപ്പോൾ BJPയിലേക്ക് പോകാനുള്ള ഇല്ല? ഇന്നത്തെ സാഹചര്യത്തിൽ ഇല്ലെന്നാണ് ഇപ്പോഴത്തുള്ള കാഴ്ചപ്പാടിൽ അറിയാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ വരെയല്ലേ, അതുകൊണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പും പിന്നെ നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ വരുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാനിടയില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്ന് തീർത്ത് പറയാൻ പറ്റില്ല. അയാൾ സ്വതന്ത്രമായിട്ടൊരു അഭിപ്രായം പറയുന്നു, സ്വതന്ത്രമായ ചിന്താഗതിക്കാരന് ഇത്രയും വിദ്യാഭ്യാസം ഫോറിൻ സർവീസിലൊക്കെ ഇരുന്ന ആളാണ്. ചിലപ്പോൾ അയാൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്നതാവാം, ചിലപ്പോൾ പോകാനും മതി. നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പലപ്പോഴും പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ നയങ്ങളെ അത് തിരുത്തുന്നതിന് വേണ്ടി കൂടെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ ഈ നിഷ്പക്ഷ നിലപാടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, അങ്ങനെ ചാൻസ് ഒന്നും കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പറയുന്നു, അദ്ദേഹം ശരിയായ നിലപാടുകൾ ഒപ്പം നിൽക്കുന്നവരാണ്. കോൺഗ്രസിൻ്റെ പ്രത്യേക നിലപാടുകൾ കാണും. എന്നാൽ ശശി തരൂരിന് അദ്ദേഹത്തിൻ്റെതായ നിലപാട് നല്ലൊരു വ്യക്തിയാണ്. അദ്ദേഹം രാജ്യത്തോട് ഒപ്പം നിൽക്കുന്നതോടും നല്ല പ്രവർത്തനങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നു അതിന് ഒപ്പം നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്.